അപ്പോൾ രാഹുലിന്റെ വിഷയമൊക്കെ നമുക്കിനി അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. കുതിച്ചുയരുന്ന പച്ചക്കറി വിലയാണ്. മുരിങ്ങക്കായ കടകളിൽ കാണാനില്ല. 1 കിലോയ്ക്ക് 500 രൂപ മുടക്കാമെന്ന് കരുതിയാലും മുരിങ്ങക്കായ കിട്ടാനില്ല. എന്നാൽ മറ്റു പച്ചക്കറികൾ വാങ്ങാമെന്ന് കരുതിയാലും അവയുടെ വിലയും കുതിച്ചു കയറുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് ഓടുന്നതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പച്ചക്കറിയുടെ വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മുരിങ്ങക്കായ്ക്ക് വേണ്ടിയിട്ട് വലിയ വിലയാണ്, പിടിച്ചാൽ കിട്ടാത്ത വിലയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് മൊത്തത്തിൽ പച്ചക്കറി മാർക്കറ്റിലെ ഒരു ട്രെൻഡ്? അരുകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളിൽ പച്ചക്കറിക്ക് വില വർദ്ധിക്കാറുണ്ട്. കാരണം മണ്ഡലകാലമാണ്, ക്രിസ്മസിന് മുന്നോടിയായിട്ടുള്ള നോമ്പുകാലമാണ്. അതുകൊണ്ട് പച്ചക്കറി സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതൽ ഉപയോഗിക്കും. അതൊരു കാരണം മാത്രമാണ്. പക്ഷേ ഇത്തവണ മഴ വന്നത് ഒരു കാരണമായത് ആണെന്ന് പാളയത്തെ പച്ചക്കറി വ്യാപാരികൾ പറയുന്നുണ്ട്. ഏറ്റവും VIP എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുരിങ്ങക്കായാണ്. ചില നാട്ടിൽ അത് മുരിങ്ങക്കോലെന്ന് പറയും. അതായത് ഈ മുരിങ്ങക്ക കഴിഞ്ഞ ദിവസം 500 രൂപയായിരുന്നു. ഇന്ന് എത്ര രൂപയാണെന്ന് ചോദിക്കാം. ഇന്ന് എത്രയാണ് മുരിങ്ങക്കായ്ക്ക്? 600 രൂപ. 600? എൻ്റെ അത് തൊടാൻ തന്നെ പേടിയാ. തൊട്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ഇല്ല, ഒരു മുരിങ്ങക്കായ ഇപ്പൊ എടുക്കാറില്ല. ആൾക്കാരൊന്ന് എടുക്കും, തൂക്കും, എന്നിട്ട് വേണ്ടാന്ന് പറയും. അതേമാതിരി അവിടെ തന്നെ എടുത്ത് വെക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ആരും വാങ്ങുന്നൊന്നുമില്ല. ഒരു കാ പോലും വാങ്ങാറില്ല. വാങ്ങും, അത് വേണ്ടാന്ന് പറയും, അതേമാതിരി എടുത്ത് വെക്കും. ഒരു കായ്ക്ക് എത്ര രൂപയോ? ഒരു കായ്ക്ക് 35-40 രൂപന്റെ അടുത്ത് എന്തായാലും ഒരു മുരിങ്ങക്കായ്ക്ക് വരും. അരുകുമാർ, അതായത് ഈ കടയിൽ ആകെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് 2 കിലോ മുരിങ്ങക്കായാണ്. അതിൽ എനിക്ക് എടുക്കാൻ തന്നെ പേടിയാണ്. കാരണം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ, കാരണം ഒരു 40 രൂപയുടെ സാധനമുണ്ട്. ഈ മുരിങ്ങക്കായ എന്ന് പറയുന്ന ഈ ഒറ്റ കായ്ക്ക് 40 രൂപയാണ് വില. അതുകൊണ്ട് ആളുകളെ എടുത്തു നോക്കും, അതേപോലെ തന്നെ തിരിച്ചു വെക്കും. ഈ മുരിങ്ങക്കായുടെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ളതുണ്ടോ കൊത്തവര. അതെ, നമുക്ക് വേണമെങ്കിലേ ഒന്ന് തൂക്കി നോക്കാം. ചേട്ടാ, ഇതൊന്ന് തൂക്കി നോക്കാം. ഇതിന് എത്ര ഉണ്ടെന്ന്. ഇത് നമുക്ക് തൂക്കി നോക്കാം, എത്ര രൂപയുടെ സാധനം ഉണ്ടെന്ന് നോക്കാം. ഇതൊന്ന് തൂക്കി നോക്കിക്കേ. അതായത് മുരിങ്ങക്കായ്ക്ക് മാത്രമല്ല, കൊത്തവരയുണ്ട്, ബീൻസ് ഉണ്ട്, ബാക്കിയെല്ലാം തൂക്കി നോക്കുന്നത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. എത്രയുണ്ടത്? 40 രൂപയുടെ സാധനം അല്ലേ? 40 രൂപയുടെ സാധനമാണ്. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ സാധനം. അതായത് സാമ്പാറിൽ മുങ്ങിത്തപ്പിയാലും അവിയലിൽ ഇളക്കി നോക്കിയാൽ പോലും കാണാത്തൊരു സാധനമാണ് മുരിങ്ങക്ക. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഏതായാലും ഇത് മുരിങ്ങക്കായുടെ സീസൺ അല്ല, പുറമേ നിന്നാണ് മുരിങ്ങക്ക കേരളത്തിലേക്ക് വരുന്നത്. ഈ കാണുന്നത് കൊത്തവരയാണ്. ഈ കടയിൽ പോലും 1 കിലോ കൊത്തവര കിട്ടാനില്ല. കൊത്തവരയ്ക്ക് എത്രയാണ്? ഇങ്ങനെ കൊത്തവരയ്ക്ക് എത്രയാ? 80? എത്രയാ? കൊത്തവര കിലോന് 80 രൂപ വില. വില കൂടുന്നുണ്ടല്ലേ? അതെ, വെണ്ടയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില. 100 രൂപയുടെ അടുത്ത് വെണ്ടയ്ക്ക് വില. വെണ്ടയ്ക്കും കൂടി. ചേട്ടാ വെണ്ടക്ക വാങ്ങുക. എത്ര വില എന്നറിയാവോ ചേട്ടാ? എത്രയാ? 100-ന് 10 രൂപ. വെണ്ടയ്ക്ക VIP വെണ്ടയ്ക്ക. ഇതാണ്ടോ, വെണ്ടയ്ക്ക VIP ആയിരിക്കുന്നു. വെണ്ടയ്ക്ക് വില കൂടുന്നു. അല്ല, ഈ സാധാരണക്കാരനെ ഇനി ഏതെങ്കിലും ഒരു പച്ചക്കറി വാങ്ങാൻ പറ്റുന്നുണ്ടോ? ആകെ ഇപ്പൊ ഇളവനും മത്തനും മാത്രമേ ഇപ്പൊ മേടിച്ച് കറി വെച്ചാൽ മതി. അത്രയും വില കുറവുള്ളൂ. അത് രണ്ടും മാത്രമേ ഉള്ളൂ. അതിന് എത്രയുണ്ട് വില? ഇളവൻ 30, മത്തൻ 30, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. പക്ഷേ മത്തനെ ഇളവിട്ട് സാമ്പാർ വെക്കാൻ പറ്റൂല. ഇല്ല, കഴിയില്ല. അപ്പം മുരിങ്ങക്കായ്ക്കാണ് ഇപ്പൊ ആർക്കും മുരിങ്ങക്കായ എടുക്കുന്നില്ല. വഴുതിനയ്ക്ക് നല്ല വിലയാണ്. ക്യാരറ്റിന് 80 രൂപ. ഇതിലൊക്കെ കറിവേപ്പില ഇടണം. കറിവേപ്പില അവസ്ഥ എന്താ? കാണാനുമില്ലല്ലോ ഇവിടെ. കറിവേപ്പില കിലോന് 100 രൂപ വില. ഏറ്റവും വില ഇപ്പോൾ അല്ല. കറിവേപ്പിലൊക്കെ ഇത്രയും റെക്കോർഡ് വിലയൊന്നും ആയിട്ടില്ല ഈ സമയത്ത്. നല്ല വിലയാണ്. എല്ലാ സാധനത്തിനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിലയുള്ള കൂടിയ സമയമാണ്. ഇനി കുറച്ച് പച്ചമുളക് ഇടാന്ന് വെച്ചാലോ? പച്ചമുളകിന് 80 രൂപ വിലയായി. പച്ചമുളക് 80, കറിവേപ്പില 100, അങ്ങനെ പോകുന്ന. തൽക്കാലം ഇളവനോ അല്ലെങ്കിൽ പടവല എത്രയാണ് അവിടെ ഇരിക്കുന്നത്? പടവലം 40 രൂപ, 50 രൂപ. വേണമെങ്കിൽ പടവലം കഴിക്കും. ക്യാരറ്റോ? ക്യാരറ്റാണ് വില കൂടുതൽ, 80 രൂപ വില. 2 ആഴ്ച മുൻപ് വരെ വഴി സൈഡിൽ ക്യാരറ്റ് വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ക്യാരറ്റിന് വില കൂടി വരികയാണ്. ബീറ്റ്റൂട്ടോ? ഊട്ടി ബീറ്റ്റൂട്ട് ഇല്ലേ? ഊട്ടി ബീറ്റ്റൂട്ടിനാണ് ഇപ്പോൾ 80 രൂപ വിലയുണ്ട്, 80 വിലയുണ്ട്. മറ്റേ മലയ്ക്ക് സാധാ ബീറ്റ്റൂട്ട്, പഴയ ബീറ്റ്റൂട്ടിന് 50 രൂപ വിലയുള്ളൂ. 2 ഐറ്റം ഉണ്ട് അതിൽ. കൊത്തവരൊക്കെ എടുക്കുന്നത് കാണാം. ഒരു പിടുത്തം കൊത്തവര മാത്രമാണ് ആളുകൾ വാങ്ങുന്നത്. കാരണം 1 കിലോ 1 കിലോ തന്നെ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ തൂക്കുന്ന പാത്രത്തിൽ കാണാം ഒരു പിടുത്തം. അതായത് ഈ കടയിൽ തന്നെ അത്രേ ഉള്ളൂ. ഒരു കിലോ താഴെ കൊത്തവര ആകെ ഉള്ളല്ലേ? കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ സാധനം അധികം എടുക്കാൻ പറ്റില്ല. വിലയായിട്ട് ആരും സാധനം മേടിക്കുന്ന പോലെയല്ല. അതാണ് അവർ വില ചോദിച്ച് മടങ്ങി പോകുന്ന ആളുകളുണ്ടല്ലേ? ഇഷ്ടം പോലെ. കാരണം മുരിങ്ങക്കായ് എടുക്കുക, തൂക്കുക, വില അറിയാം, വേണ്ടാന്ന് പറയാ, പോകുക. ഇത്രയേ ഉള്ളൂ. അരുകുമാർ, ഇതാണ് അവസ്ഥ. ഒരു പച്ചപ്പയർ കുറച്ച് അധികം കാണുന്നത്. പച്ചപ്പയറിന് വില കുറവാണോ? പച്ചപ്പയറിന് കിലോന് 60 രൂപ വില. ഒക്കെ വില കൂടുതലാണ്. ഈ സമയത്ത് ഇത്രയും വില ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. അരുകുമാർ, ഇതാണ് പച്ചക്കറിയുടെ വില എന്ന് പറയുന്നത്. ആളുകൾ വരുന്നു, പച്ചക്കറി ഇല്ലാതെ കഴിയാൻ പറ്റില്ല. കാരണം മണ്ഡലകാലമാണ്, നോമ്പുകാലമാണ്. പച്ചക്കറി മാത്രമേ ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ടാകും. അതുകൊണ്ട് കുറച്ച് പച്ചക്കറിയെങ്കിലും ഇതുണ്ടോ. ഒരു ചേട്ടൻ അത്യാവശ്യം പച്ചക്കറി, ഒരു കവറിൽ പച്ചക്കറി മാത്രം വാങ്ങിക്കൊണ്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ ഈ വാർത്ത കൊടുക്കേണ്ടിയിരുന്നതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ഓടുന്നതിനിടയിൽ ഈ മുരിങ്ങക്കയുടെയും വെണ്ടക്കയുടെയും ഈ തക്കാളിയുടെയും ഒന്നും വില കൂടിയതൊന്നും നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ആ വാർത്ത ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ സിനോജ് അവിടെ വാങ്ങിയിട്ടുണ്ട്. സിനോജ്, കയ്യിലിരിക്കുന്ന ബാഗിൽ എത്ര രൂപയുടെ പച്ചക്കറി ഉണ്ട്?
ഞാൻ വാങ്ങിയതല്ല, ഈ ചേട്ടൻ വാങ്ങിയത്. ഞാൻ നോക്കിയതാണ്. ഇത് 50 രൂപ ചേട്ടാ പറഞ്ഞ 50 അല്ലേ? 50 രൂപയുടെ പച്ചക്കറിയാണ്. ഒരു ക്യാരറ്റ്, ഒരു 4-5 കൊത്തവര, 2-3 ബീൻസ്, ചേനയുടെ ഒരു കഷ്ണം, മത്തങ്ങേൻ്റെ ഒരു കഷ്ണം, അങ്ങനെ ഒരു 50 രൂപ എൻ്റെ ഒരു കിറ്റാക്കി വാങ്ങിയതാണ്. അതേ മുതലാവുള്ളൂ. ഇതൊക്കെ തന്നെ അരിഞ്ഞിട്ടിട്ട് സാമ്പാർ വെക്കാം. പക്ഷേ ഇതിനകത്ത് മുരിങ്ങക്കായ ഇല്ല. കാരണം മുരിങ്ങക്കായ്ക്ക് മാത്രം 40 രൂപ കൊടുക്കണം. ഓക്കെ, താങ്ക് യു സിനോജ്. എന്തായാലും പ്രേക്ഷകരുടെ കരുതിയിരുന്നോളുക, പച്ചക്കറിക്ക് വില കൂടിയുന്നുണ്ട്. അപ്പം ഇനി ഒരു പക്ഷേ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ വില കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പഴയ വിലയും പുതിയ വിലയും തമ്മിൽ നോക്കുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും. തക്കാളിക്ക് 20 രൂപയായിരുന്നു 60 രൂപയാവുന്നു, ബീൻസിന് 40 രൂപയായിരുന്നത് 80 രൂപയാവുന്നു, വെണ്ടയ്ക്ക വില കൂടുന്നു, ക്യാരറ്റ് വില കൂടുന്നു, ബീട്രൂട്ട് വലിയ വിലയില്ല, ക്യാരറ്റിന് വലിയ വിലയില്ല, വില വ്യത്യാസമില്ല. വെണ്ടയ്ക്ക 50 രൂപയായിരുന്നു വെണ്ടയ്ക്ക 100 രൂപയായി. മുരിങ്ങയ്ക്കയാണ് പിടിച്ചാ കിട്ടാത്ത വിധത്തിൽ കയറിപ്പോയത്. 100 രൂപയിൽ നിന്ന് നേരെ 600 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഒരൊറ്റ മുരിങ്ങയ്ക്ക എടുത്ത് 40 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. കറിവേപ്പില 60 രൂപയിലുണ്ടായിരുന്ന കറിവേപ്പില പോലും 100 രൂപയായി. ബീൻസിന് 40 രൂപ 80 രൂപയായി. പച്ചപ്പയർ 50 രൂപ 80 പൈസയായി മാറി, 80 രൂപയായി മാറി. കൊത്തവര 60 രൂപയിൽ നിന്ന് 80, ചെറിയ വ്യത്യാസം. അപ്പോൾ എന്തായാലും വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം കുറച്ച് പച്ചക്കറിക്ക് വില കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ നിൽക്കുമായിരിക്കും. എന്താ കാരണം എന്നുള്ളത് ഒരുപക്ഷെ മോശം കാലാവസ്ഥയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രളയം കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പച്ചക്കറി വില കൂടുകയാണ് കേട്ടോ.